തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് തിരഞ്ഞെടുത്ത ലേഖനങ്ങളെന്ന സമാഹാരം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനകാലം മുതലുള്ള കാൽ നൂറ്റാണ്ടിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് എം.ബി. രാജേഷ് എഴുതിയ ലേഖനങ്ങളാണ് പുസ്തകത്തിലുള്ളത്. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സിനിമാ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് പ്രകാശനം നിർവഹിച്ചു. ഫൈസൽ നയ്യൂർ പുസ്തകം ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം.പി. നിർവഹിച്ചു. അതിനുശേഷമാണ് ദത്തുപുത്രനായിട്ടാണ് വന്നതെന്നാണ് ഒരു സാധാരണ പ്രാസംഗികം. ദത്തുപുത്രനൊന്നുമില്ല, ഈ പാലക്കാട്ടുകാരൻ തന്നെയില്ല. പാലക്കാട്ടുകാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് തൃത്താലയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഉടനെ അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യ സ്പീക്കറായി മാറി. അദ്ദേഹം സ്പീക്കറായി ചെയറിലിരിക്കുന്ന സമയത്ത് ഞാൻ മന്ത്രിയായി സഭയിലുണ്ടായിരുന്നു. ഏറെ സന്തോഷം ഒരുക്കാനുള്ള കാര്യമാണ്. പിന്നീട് അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് മാറി മന്ത്രിയായിട്ട് മാറുന്ന സ്ഥിതി. അപ്പോഴും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. തീർച്ചയായിട്ടും ഈ ശ്രീരാമേട്ടൻ പറഞ്ഞ പോലെ ഈ സമയത്തെല്ലാം അദ്ദേഹം മന്ത്രി എന്നുള്ള ഉത്തരവാദിത്വം, ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റിയാണ് ഈ ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തി. മന്ത്രി എം.ബി. രാജേഷ് പ്രതികരണം നടത്തി. ഇതൊക്കെ എഴുതിയത് അതാത് കാലത്ത് ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് വേറിട്ടുള്ള ഒരു എഴുത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതിൽ പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ, സ്പോർട്സ് ഒരു പ്രധാന വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതിനെയെല്ലാം ഒരു മാർക്സിയൻ സമീപനത്തിൽ നിന്നുകൊണ്ട് കാണാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ പരിമിതിയൊക്കെ ഉണ്ടാവും, കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നിലയിൽ സമീപിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉപാധിയാണ് എഴുത്ത്. ആ നിലയിലാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം അതാത് കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ്. അപ്രകാശിതമായിട്ടുള്ള ഒരു ലേഖനവും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. കോഴിക്കോട് ഹരിത ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നടന്ന ചടങ്ങിൽ CP ചിത്രഭാനു പുസ്തക പരിചയം നടത്തി. 752 പേജുകളാണ് ഉള്ളത്. ലോകം, ഇന്ത്യ, കേരളം, സാംസ്കാരികം, വിദ്യാഭ്യാസം, സ്പോർട്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പല കാലങ്ങളിൽ എഴുതിയ ലേഖനങ്ങളാണിവ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,